സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് ഇന്ന് സമാപനമാവുകയാണ്. സാംസ്കാരിക ഘോഷയാത്ര വൈകിട്ട് 4-ന് മാനവീയം വീഥിയിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. വെള്ളയമ്പലത്തു നിന്നും ആരംഭിച്ച് കിഴക്കേക്കോട്ടയിൽ അവസാനിക്കുന്ന ഘോഷയാത്രയിൽ 1000-ൽ പരം കലാകാരന്മാർ അവതരിപ്പിക്കുന്ന സാംസ്കാരിക കലാരൂപങ്ങളും 59 ഫ്ലോട്ടുകളും അണിനിരക്കും. തിരുവനന്തപുരം നഗരപരിധിയിൽ ഇന്ന് ഉച്ച മുതൽ ഗതാഗത നിയന്ത്രണമുണ്ടാകും. ഗോകുൽനാഥ് നൽകും വിശദാംശങ്ങൾ. ഗോകുൽ, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ കാഴ്ചകൾ കൊണ്ട് സമ്പന്നമായിരിക്കുമല്ലേ തലസ്ഥാനം? എങ്ങനെയൊക്കെയാണ് ക്രമീകരണങ്ങൾ? തീർച്ചയായും തിരുവനന്തപുരം നഗരം എന്തായാലും നിറങ്ങൾ കൊണ്ട് വർണ്ണാഭമായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച. കഴിഞ്ഞ 3-ാം തീയതി തൊട്ട് 9-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ, ഇന്ന് വരെയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ ആഘോഷ പരിപാടികളായിരുന്നു സംസ്ഥാന സർക്കാരും ടൂറിസം വകുപ്പും ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇന്ന് ഇതിനൊക്കെ ഒരു സമാപനം ഉണ്ടാവുകയാണ്. ഏറ്റവും എടുത്തു പറയേണ്ടത് മാനവീയം വീതിയിൽ ഇന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കറാണ് ഈ പരിപാടി സമാപനം കുറിക്കുന്നത്. അതിനുശേഷം പ്ലോട്ടുകളൊക്കെ തന്നെ ഉണ്ട്. കവടിയാറിൽ നിന്ന് പ്ലോട്ടുകൾ തുടങ്ങും. 1000-ഓളം കലാകാരന്മാരാണ് ഇതിനുവേണ്ടി അണിനിരക്കുന്നതെന്നുള്ളതാണ്. എന്തായാലും ഇൻസ്ട്രുമെന്റേഷൻ ആക്ട് പ്രകാരം ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നിലവിൽ അവധിയാണ്. നമ്മളിപ്പോൾ ഈ കാണുന്ന വേദി പോലെ തന്നെ പല പവലിയനുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ നിൽക്കുന്നത് കനകക്കുന്നിലാണ്. കനകക്കുന്നിൽ ഒരുക്കിയിട്ടുള്ളതിന് സമാനമായിട്ട് 33ഓളം പവലിയനുകളിലും വേദികളിലുമാണ് പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നത്. ഈ പരിപാടികൾക്കാണ് ഇന്ന് ഒരു ശുഭപര്യവസാനം ഉണ്ടാകുന്നതെന്നുള്ളതാണ്. എന്തായാലും ഇന്നും പല വേദികളുണ്ട്. അവിടെ 1000-ഓളം കലാകാരന്മാരാണ് അണിനിരക്കുന്നതെന്നുള്ളതാണ്. ഏറ്റവും എടുത്തു പറയേണ്ടത് നഗരത്തിൽ ഗതാഗത നിയന്ത്രണമുണ്ട്. തിരുവനന്തപുരം നഗരത്തിലേക്കൊക്കെ വരുന്നവർ ശ്രദ്ധിക്കുക. ഇന്ന് 2 മണിക്ക് ശേഷമൊക്കെ വരുന്നവരാണെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ യാത്ര ഒന്ന് പുനഃക്രമീകരിക്കേണ്ടതുണ്ട്. അത്തരത്തോളം തിരക്ക് നഗരത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാഹനം ഗതാഗതം കൂടുതൽ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങും. അതുപോലെ തന്നെ വാഹനം നടുറോഡിൽ പാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ റോഡിനോട് ചേർന്ന പാതയോരങ്ങൾ പാർക്ക് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നിയന്ത്രിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ വാഹനം പാർക്ക് ചെയ്യുകയാണെങ്കിൽ റിക്കവറി വാഹനം ഉപയോഗിച്ച് ഇതൊക്കെ നീക്കം ചെയ്യുമെന്നുള്ള ഒരു അറിയിപ്പ് കൂടെ ഉണ്ടെന്നുള്ളതാണ്. എന്തായാലും 1000-ഓളം കലാകാരന്മാർ ഇന്ന് വിവിധ വേദികളിലായി തിരുവനന്തപുരം നഗരത്തിൽ അണിനിരക്കും. വിവിധ വേദികളിലായി ഇത്തരത്തിൽ പരിപാടികൾ അവതരിപ്പിക്കും. അതുപോലെ തന്നെ പ്ലോട്ടുകൾ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. 1000-ഓളം പ്ലോട്ടുകളാണ് നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തെ ചുറ്റി സഞ്ചരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വൈകുന്നേരം 4 മണിക്ക് തുടങ്ങുന്ന ഈ പ്ലോട്ടുകളുടെ പ്രദർശന മേളയുണ്ട്. ആ പ്രദർശന മേളയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഗ്രാമീണ കലകളുടേതായിട്ടുള്ള പ്ലോട്ടുകളും ഒക്കെ അണിനിരക്കുന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ എന്തായാലും ഈ ഓണാഘോഷം ഇവിടെ കൊണ്ട് കഴിയുന്നില്ല. വരും ദിവസങ്ങളിലും ഇതൊക്കെ തന്നെ തുടരുകയും ചെയ്യും. വാരാഘോഷം മാത്രമാണ് അവസാനിക്കുന്നത്. തിരുവനന്തപുരത്തെ ഈ കളർഫുൾ ലൈഫൊക്കെ ഇനിയും വരും ദിവസങ്ങളിലും തുടരുമെന്നുള്ളതാണ് വിനോദസഞ്ചാര വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ഓക്കെ, എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിനാണ് ഇന്ന് സമാപനമാകുന്നത്. സാംസ്കാരിക ഘോഷയാത്രയാണ് വൈകിട്ട് 4 മണിക്ക് നടക്കുക. വിശദാംശങ്ങളാണ് ഗോകുൽനാഥ് നൽകിയത്.